തന്നെ ഈദ് മുബാറക്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ CSI പള്ളിയുടെ കോമ്പൗണ്ടിന് മുന്നിലാണ്. ഇവിടെയാണ് ഈ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംയുക്ത ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹ് ആണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെയും മലപ്പുറത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കാഴ്ച കൂടി ഈ പെരുന്നാൾ ദിനത്തിൽ കാണുന്നു എന്നുള്ളത് കൂടിയാണ്. നമ്മൾ ഈ വ്രതശുദ്ധിയുടെ നാളുകളാണ്. 30 ദിനങ്ങൾ പിന്നിട്ടാണ് ചെറിയ പെരുന്നാളിലേക്ക് എത്തുന്നത്. ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ കാഴ്ചയാണ്. ഇപ്പോൾ 7:15-നാണ് ഈ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഘാടകരൊക്കെ ഇവരെ വരവേൽക്കാനൊക്കെ ആയി ഇവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CSI പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നാണ് CSI പള്ളി അധികൃതരുടെ ഒക്കെ സംഘാടനം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് CSI പള്ളിയുടെ അധികൃതർ കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇവിടുത്തെ എന്തായാലും സവിശേഷത തന്നെയാണ്. ഈ സംഘാടകരിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈദ്ഗാഹ് പുരോഗമിക്കുന്നത്? വളരെ ആളുകളൊക്കെ വളരെ ആവേശത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ CSI ചർച്ചിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ജോയി അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്നു. നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് ഇലക്ഷൻ സംബന്ധമായിട്ട് ചില അസൗകര്യങ്ങൾ നമുക്ക് നേരിട്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായത്. ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ സന്തോഷപൂർവ്വം സൗകര്യം അനുവദിച്ചു തന്ന അച്ഛന് വളരെയധികം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ സന്ദർഭം നല്ലൊരു പങ്കാളിത്തം തന്നെ ഉണ്ട്. നല്ല പങ്കാളിത്തം ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഈദ്ഗാഹിലേക്ക്. അങ്ങനെയാണ് ഈ CSI അധികൃതരും ഒക്കെ ഈ സംഘാടനത്തിന് നല്ല സഹകരിച്ച് തന്നെയാണ്. തീർച്ചയായും അച്ഛൻ ഇതിന്റെ സംഘാടനത്തിന്റെ കൂടെ തന്നെ അദ്ദേഹവും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന സംഗതിയാണ്. നേരത്തെ തന്നെ മഞ്ചേരിയിലെ മുസ്ലിം സംഘടനാ നേതാക്കളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ അച്ഛൻ. ആ നിലക്കും നമുക്ക് വലിയ സന്തോഷമാണ് ഇന്നത്തെ ഈ പരിപാടിയിലുള്ളത്. അതെ, അത് തന്നെയാണ് ഒരു സവിശേഷത. ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം മലപ്പുറത്ത് പുതുമയൊന്നുമല്ല, ഇതെല്ലാം പതിവുള്ള കാഴ്ചയാണ്. അങ്ങനെ ഈദ്ഗാഹ് പുരോഗമിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരം പുരോഗമിക്കുകയാണ്. ഉച്ചയോട് കൂടി തന്നെ ഇവരെല്ലാവരും ആഘോഷമൊക്കെ വീടുകളിലേക്ക് എത്തി പുത്തൻ ഉടുപ്പെല്ലാം ഇട്ട് ബന്ധുക്കളെ സന്ദർശിച്ച് ഉള്ള ആഘോഷങ്ങളിലേക്കെല്ലാം ഈ ഒരു നമസ്കാരത്തിന് ശേഷമാണ്, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് എന്തായാലും കടക്കുക മോദി. ഇപ്പോൾ ഈ പെരുന്നാൾ നമസ്കാരം ഇവിടെ പുരോഗമിക്കുകയാണ്. അരുൺ, ഇന്ന് പെരുന്നാൾ ആഘോഷമുണ്ടോ? തീർച്ചയായും ഉണ്ട് പോത്തി. ഇത് ഇവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഒരുപാട് ക്ഷണങ്ങളുണ്ട്, അവരെല്ലാം ഒന്ന് മുഖം കാണിക്കണം. പിന്നെ മലപ്പുറമാണ് നമ്മൾ. എന്നാലും ഈ ഇത്രയും 30 നാളുകളും ഈ ഇഫ്താർ സംഗമങ്ങളുടെ ഒക്കെ ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെരുന്നാൾ ആഘോഷമുണ്ടോ എന്ന ചോദ്യത്തിൽ എന്തുകൊണ്ടും ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി. അവിടെ എങ്ങനെയാണ് ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ഡെസ്കിൽ വലിയ ആഘോഷങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല ഇവിടെ എല്ലാവരും പണിത്തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഉച്ചയോടുകൂടി മിക്കവാറും ഒരു ആഘോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അരുൺ. അപ്പോൾ ഏതായാലും നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഓർക്കാം കേട്ടോ.